വീണ്ടും വീഡിയോ കട്ടായിട്ടുണ്ട്, സോറി. ഇത് ടച്ച് ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കൈയൊക്കെ മുട്ടുന്നതാണ്. അപ്പോൾ സോറി. അപ്പം വിവാഹം എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയല്ല, നന്നായിട്ട് ആലോചിക്കും. കാരണം ഈ വിവാഹം ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ഒരു രീതികൾ പോകുന്നത് എങ്ങനെയാണെന്ന്, അല്ലേ? പറ്റുന്ന ഇപ്പം അതിന് ബ്രോക്കർമാരുണ്ടല്ലോ, കല്യാണം നടത്തി കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയുന്നു, എത്തരത്തിലുള്ള ബന്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം പറയുന്നു. അപ്പം ഇവർ നടുനീളെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി നടന്ന് ഇവർക്ക് ചേരുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉള്ളവരെ കണ്ടെത്തി നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു, അല്ലേ? ആദ്യം പെണ്ണിനെ പോയി ചെറുക്കൻ പോയി കാണുന്നു, അത് തമ്മിൽ വീട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നു. പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, അടുത്ത സെറ്റ് ആളുകൾ പോകുന്നു. പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അല്ലേ? അന്വേഷിക്കുന്നു, എടുക്കുന്നു, പിടിക്കുന്നു, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട്. എൻ്റെ ഇടയ്ക്കുണ്ട് ഈ ഹിന്ദുക്കളുടെ പ്രകാരമാണെങ്കിൽ നാളെ നോക്കുന്നു, ചേരുന്നു, എടുക്കുന്നു എന്നൊക്കെ നോക്കിയെല്ലാം മുന്നോട്ട് പോകുന്നു. എന്താണ് കൊടുക്കൽ വാങ്ങലുകൾ സംസാരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. അങ്ങനെ ഇപ്പം പണ്ടുള്ളവർ ചൊല്ലുണ്ട്, അല്ലേ? 1000 കള്ളം പറഞ്ഞാലും ഒരു കല്യാണം നടത്താം എന്നൊക്കെ പറയുന്നത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ പറയുന്നത്. പക്ഷേ ഒരു കല്യാണം എന്ന് പറയുന്നത് നല്ല കാര്യമാണെങ്കിലും ജീവിത അവസാനം വരെ കൊണ്ടുപോകേണ്ട ഒരു ബന്ധം കൂടിയാണ്. അപ്പം വെറുതെ അനാവശ്യമായ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒരു കല്യാണം നടത്തി പിന്നീട് അത് വേണ്ടാന്ന് വയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് ആദ്യം തന്നെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ചിലരെന്ത് ചെയ്യും, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആളുകളെ സ്വയം കണ്ടെത്തിയിട്ട് വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ ഉടനെ പോവുകയാണ്. അതൊക്കെ എങ്ങനെയൊക്കെ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആരെ വിശ്വസിക്കുന്നു? വിശ്വാസം എന്നുള്ളൊരു വാക്കായിട്ട് ഇങ്ങനെ നിൽക്കും വിവാഹം വരെ. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതികളും ചിന്തകളും എല്ലാം മാറും. എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടും. അത് നേടുന്നിടം വരെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് എന്ത് കാര്യത്തിലായാലും. വീട് മുകളിലോട്ട് പോയി കാറ് വാങ്ങിക്കണം, അതേന്ന് പറഞ്ഞങ്ങ് ഇരിക്കും. അതില്ലാതെ അതിന് എത്ര കഷ്ടപ്പെടാനുണ്ടോ അത്രയും കഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ കല്യാണം തന്നെ അങ്ങനെ തന്നെ ഒരുപാട് ഫോൺ ചെയ്തും ബഹളവും കാര്യങ്ങളും എല്ലാവരുമായിട്ടുള്ള സംസാരം എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടുകാരെന്ന് സമ്മതിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് എന്നിട്ട് ആ ഒരു സ്നേഹത്തിൽ? അല്ല, ഇപ്പം നിങ്ങളായിട്ട് സ്വന്തമായില്ലേ, പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് എന്താണ് എന്ന് പറയാം. ഞാൻ പറഞ്ഞേ, അപ്പോൾ കല്യാണം കഴിക്കുന്നതും വരെ ഉള്ളായിരുന്നു ഇത്രയധികം സ്നേഹം. കല്യാണം കഴിച്ച് സ്വന്തമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്നേഹം കുറയുമോ എന്ന് ഞാൻ ചോദിക്കും. അതങ്ങനെ പോട്ടെ. അതായത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹവും ഒക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ നേടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് നിൽക്കുന്നൊരു കാര്യം. ഞാനെപ്പോഴും എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അത്രയധികം ശ്രമിച്ചു. അപ്പോൾ കഷ്ടപ്പാട് നമ്മൾ എപ്പോഴും ഓർക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതെല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഈ സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് പ്രശ്നങ്ങളായിട്ടിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നവരായിരിക്കും. നമ്മളെത്ര കഷ്ടപ്പെട്ടു കാണാനും മിണ്ടാനും ഒക്കെ. അപ്പോൾ അതൊക്കെ അങ്ങ് ഓർത്തിരിക്കുക. ഇവിടെയൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകേണ്ട കാര്യമില്ല. വീട്ടിൽ പറയുക, വീട്ടുകാരുടെ സമ്മതത്തിനായി കാത്തിരിക്കുക. അങ്ങനെ പറയുക, എനിക്കിതല്ല വേറൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നോക്കുക. അല്ലാതെ അവരെ വേദനിപ്പിക്കാതിരിക്കുക. കാരണം നമ്മളെ ഒരു പ്രായത്തിൽ ആക്കുക, നമ്മളെ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു കോലം ഉണ്ടല്ലോ, അത് സ്വഭാവമായാലും സൗന്ദര്യമായാലും ആ ഒരു കോലത്തിലെത്തിക്കുന്നത് ആരാണ്? ആ ഒരു രൂപത്തിലെത്തിച്ചത് ആരുടെ വിയർപ്പാണ്? അച്ഛൻ്റെയും അമ്മയുടെയും വിയർപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും നമ്മളെപ്പോഴും അവർക്ക് കൊടുക്കുക. അല്ലാതെ അവരെ ധിക്കരിക്കാതിരിക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. എന്തിനാണ് അങ്ങനെ ഒരു വേദന അവർക്ക് കൊടുത്തിട്ട് നമുക്കൊരു സന്തോഷം നേടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നേടിയാൽ ആ ഒരു സന്തോഷം എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊരിക്കലും നമ്മളെ ശപിക്കില്ലെന്നേ. അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുമെങ്കിലും ഓരോ നിമിഷം അവരുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. അത് സ്ത്രീയായാലും പുരുഷനായാലും ആലോചിക്കുക. ഒരു പെണ്ണിനെ കൊണ്ടുപോയാൽ അവളെല്ലാം മറന്ന് എൻ്റെ കൂടെ വന്നവളാണ് എന്നുള്ള ചിന്ത എപ്പോഴും വേണം. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ
ഞാനൊന്ന് തള്ളിപ്പറഞ്ഞാൽ അവളുടെ മനസ്സുടയും. ആ ഒരു ചിന്ത എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവട്ടെ. അപ്പം വിവാഹം എന്ന് പറയുന്നത് ആലോചിച്ച് തന്നെ എടുക്കുക, പേടിക്കാനല്ല, നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കുക. കുറേയധികം നിർബന്ധ ബുദ്ധികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക. കാരണം കൂടെ വരുന്ന പെൺകുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം നരകതുല്യമായിരിക്കും. വെറുതെ ഒരു വിവാഹം കഴിച്ചു എന്നുള്ള പേര് മാത്രമായിരിക്കും മിച്ചം. ശരിയല്ലേ? ഓക്കെ.